വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കോഴിമുട്ട ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് ഒരു ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിച്ച് വീഴ്ത്താൻ പോവാം. അതുപോലെ അതിൽ സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഉപ്പ് ആവശ്യത്തിനിടാം, പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം. പിന്നെ 2 ഉരുളൻകിഴങ്ങ് ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ഉടച്ച് വെച്ചേക്കാം. അത് ഞാൻ ഈ മുട്ടയിലിടണം. നന്നായി നമ്മൾ ഇളക്കിയിട്ട് അത് നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് നമ്മൾ ഇട്ടപ്പോൾ നന്നായിട്ട് അത് ഉടച്ച് മുട്ട നന്നായിട്ട് അത് ഇളക്കി ശരിയാക്കണം. അത് നമുക്ക് പിന്നെ അത് പാനിൽ ഫ്രൈ ചെയ്യാനുള്ളതാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പാനിൽ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാം. ഇപ്പോഴത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ മുട്ട വീഴ്ത്തണം. നമുക്ക് അടച്ച് വയ്ക്കാം. ഞാൻ പാനിൽ മുട്ട വീഴ്ത്തിയിട്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. അപ്പോൾ ഞാൻ അത് മറിച്ചിടാൻ പോവാം. നമ്മുടെ 2 ഭാഗം നന്നായി വേവണം കേട്ടോ. അതിന് വേണ്ടി മറിച്ചിട്ടാണ്. നമ്മുടെ മുട്ട മറ്റേ ഭാഗം വെന്തിട്ടുണ്ടാവും. അപ്പം ഞാൻ അത് എടുക്കാൻ പോവാം കേട്ടോ. സ്റ്റവ് ഓഫാക്കി. അപ്പോൾ ഞാൻ മുട്ട ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഷ്ണങ്ങളാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പാനിൽ കുറച്ച്. അപ്പോൾ ഞാൻ നമ്മുടെ മുട്ട കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്തൊരു പാൻ വെക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വീഴ്ത്താം. പിന്നെ അതിൽ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത്, ഫ്രൈ ആവണം. അതുപോലെ കുറച്ച് വെളുത്തുള്ളി, 5-6 കൊച്ച് വെളുത്തുള്ളി ചതച്ചത്, നന്നായി ഫ്രൈ ആവുന്നത്. നമ്മൾ വെച്ച സവാള നന്നായിട്ട് ഫ്രൈ ആയി. അതിൽ കുറച്ച് മുളക് പൊടി ഇടാം, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പിടാം. പിന്നെ അതിൽ ഒരു 1/2 സ്പൂൺ സോയാ സോസ് വീഴ്ത്താം.
അതുപോലെ 2 സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ കട്ട പോലെ ഇരിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം ഒഴിക്കും. നന്നായി ഇളക്കാം. വെള്ളം ഒന്ന് തിളച്ചോട്ടെ. അവസാനം ചെയ്യേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയില്ലേ, ഉരുളക്കിഴങ്ങ് ഇട്ടത്, അത് ഇതിലിടാം. ഇപ്പോൾ എൻ്റെ പാൻ ചെറുതായ കാരണം കുറച്ച് ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട ഉരുളക്കിഴങ്ങ് ഫ്രൈ തയ്യാറായി. അപ്പോൾ നമ്മുടെ മുട്ട ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയോളോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളോ. അതുപോലെ എൻ്റെ ഈ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.